കണിമംഗലം കൊലപാതക കേസിലെ 2 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. മനോജ്, ഷൈനി എന്നിവർക്കുള്ള ശിക്ഷ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിധിക്കും. വീട്ടിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് കണിമംഗലം സ്വദേശി വിൻസെന്റ് കൊല്ലപ്പെട്ടത്. കുറ്റക്കാരെ ശിക്ഷിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വിൻസെന്റിന്റെ ഭാര്യ ലില്ലി പ്രതികരിച്ചു. ഈ കേസിൽ ആകെ 4 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 4 പ്രതികളിൽ 2 പേർ ആണ് ഇന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 2 പേരെ ശിക്ഷിച്ചിട്ടുള്ളത്. ബാക്കി 2 പ്രതികൾ സംഭവ കാലഘട്ടങ്ങളിൽ അവർ മൈനേഴ്സ് ആയിരുന്നു, CCLകളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വിചാരണ ശരിക്കും നടക്കേണ്ടത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലാണ്. അങ്ങനെ മൈനറായിരുന്ന 2 ആ കുട്ടികളിൽ ഒരാളെ നമ്മൾ മാപ്പുസാക്ഷിയാക്കുകയും അങ്ങനെ കോടതി അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പുസാക്ഷിയാക്കി ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ് ആ പറയുന്ന മൈനറായിരുന്ന അന്ന് സംഭവത്തിൽ ഉൾപ്പെട്ട ആ കുട്ടി തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ വന്ന് മൊഴി കൊടുത്തിട്ടുള്ളത്. 2ാമത്തെ ആളുടെ വിചാരണ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ നടന്നു. അതിൻ്റെ ശിക്ഷ എന്താണ് എന്നുള്ളത് അത് നിയമം അനുവദിക്കുന്നില്ല അതിൻ്റെ പുറത്തേക്ക് പറയാൻ. ഏതായാലും അതിൻ്റെ വിചാരണയും പൂർത്തീകരിച്ചു. സാനു കെ സജീവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനു പറയൂ. 2014 കൊലപാതകത്തിലെ ശിക്ഷയാണ് ഇന്ന് വിധിക്കാൻ പോകുന്നത്. ഇന്ന് 2 മണിക്ക് കോടതി ചേരുമ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ വിധിക്കുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിൽ 2 പേര് പ്രായപൂർത്തിയാകാത്തവരാണ്. ബാക്കിയുള്ള 2 പേരുടെ ശിക്ഷയാണ് ഇന്ന് വിധിക്കുന്നത്. ക്രിസ്ത്യപ്രത് നഗർ സ്വദേശി മനോജ്, ഒപ്പം തന്നെ കണിമംഗലം സ്വദേശിനി ഷൈനി എന്നിവരെയാണ് കുറ്റക്കാരായിട്ട് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ കോടതി പ്രധാനമായിട്ടും പറയുന്ന 2 കാര്യങ്ങളുണ്ട്. 22 രേഖകൾ ഈ കേസിന്റെ ഈ കോടതിയുടെ വാദപ്രതിവാദത്തിനിടെ അവിടെ ഹാജരാക്കുകയും ഒപ്പം തന്നെ 32 തൊണ്ടികളും ഈ കേസിന്റെ വിചാരണ ഘട്ടങ്ങളിലൊക്കെ ഹാജരാക്കിയിരുന്നു. അതേപോലെ തന്നെ മോഷണം നടത്തിയ സ്വർണ്ണാഭരണങ്ങളും പോലീസിനെ കണ്ടെത്തി കോടതി ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ മനഃപൂർവ്വമായിട്ട്, അതായത് നേരത്തെ കാലെ കൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെ ഇവർ കൊലപാതകം നടത്തുന്നു, മോഷണം നടത്തുന്നു, മോഷണത്തിന് ശേഷം ഇവരെ കൊലപ്പെടുത്തുന്നു. അതായത് കയറുകൾ കെട്ടി വരിഞ്ഞു മുറുക്കി, കാലും കൈയും വരിഞ്ഞു മുറുക്കി കൊലപാതകം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ശിക്ഷ വിധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കോടതിയിൽ എത്തിയ ലില്ലി, അതായത് വിൻസെന്റിന്റെ ഭാര്യ ലില്ലി പറഞ്ഞു. അതായത് വികാരാധീനതയായിട്ടാണ് ആൾ പറയുന്നത്. 11 വർഷങ്ങൾക്ക് ശേഷവും തങ്ങൾക്കുണ്ടായ നഷ്ടം ഈ വിധിയോടുകൂടി ഒന്നും നികത്താൻ പറ്റില്ല, തങ്ങളുടെ കുടുംബത്തിനുണ്ടായത് തീരാ നഷ്ടമാണെന്നും അവർ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇന്ന് 2 മണിക്ക് കോടതി ചേരുമ്പോൾ ഈ നിർണായകമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്.